ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് എം സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, ഏതായാലും കെ സുധാകരൻ ഉറച്ചു തന്നെയാണ്. ഇപ്പോൾ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം വാങ്ങാൻ പേഴ്സണൽ സ്റ്റാഫിനെ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇവിടെ ഉയർന്നൊരു വിഷയം, ഈ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി ദില്ലി കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടക്കുകയാണ്. സുധാകരനെ അനുനയിപ്പിക്കാൻ പലവിധ ശ്രമങ്ങൾ നടത്തി. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, ഫോർമുല എന്ന് പറയുന്നത്, സുധാകരന്റെ ഏറ്റവും അടുപ്പക്കാരെ സുധാകരൻ നിർദ്ദേശിക്കുന്ന ആളെ മത്സരിപ്പിക്കാവുന്നതാണ്. സുധാകരൻ അല്ലെങ്കിൽ മറ്റാരെയാണ് കോൺഗ്രസ് അവിടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്? ആരെ മത്സരിപ്പിക്കാനാണ് ഉറപ്പിച്ചിരുന്നത്? സുധാകരൻ എന്തുകൊണ്ട് അത് സമ്മതിക്കുന്നില്ല? എന്തായാലും സുധാകരൻ മത്സരിക്കുക തന്നെ ചെയ്യും. സിജു, സുധാകരൻ ഇക്കാര്യത്തിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുന്നതിനും മാസങ്ങൾക്ക് മുൻപേ തന്നെ കണ്ണൂരിൽ മത്സരിക്കാനുള്ള താല്പര്യം നേതൃത്വത്തെ അറിയിക്കുകയും പരസ്യമായി തന്നെ മത്സരിക്കാൻ ഇത്തവണ ഉണ്ടാകും എന്ന് മാധ്യമങ്ങൾക്ക് മുൻപാകെ പറയുകയും ചെയ്തതാണ്. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഇതുമായി ഉണ്ടാക്കിയെങ്കിലും സുധാകരനെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സ്വീകരിക്കുകയും അതിനുവേണ്ടി പൊതുമാനദണ്ഡമായി എം.പിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം കൈക്കൊള്ളുകയുമായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിലും അയയാൻ കെ സുധാകരൻ തയ്യാറായിരുന്നില്ല. ഇത്തവണ ആദ്യഘട്ടം മുതൽക്ക് തന്നെ കടുത്ത നിലപാടിൽ തന്നെയാണ് സുധാകരനും കണ്ണൂരിലെ സുധാകരന്റെ അനുയായികളും അടിയുറച്ച് നിൽക്കുന്നത്. കണ്ണൂർ സീറ്റിൽ കവിഞ്ഞ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് സുധാകരൻ ആവർത്തിക്കുന്നു. അതാണിപ്പോൾ കാണുന്നത്. അതായത് സീറ്റ് നിഷേധിച്ചാൽ കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള നീക്കത്തിലേക്ക് സുധാകരൻ നീങ്ങിയിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് പത്രികാ സമർപ്പണവുമായി ബന്ധപ്പെട്ട രേഖകൾ തയ്യാറാക്കുന്നതിലേക്ക് കെ സുധാകരൻ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി കണ്ണൂരിൽ സുധാകരനെ അനുയായികൾ സുധാകരന് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള പ്രകടനം നടത്തി. സണ്ണി ജോസഫിന്റെ മണ്ഡലത്തിൽ പേരാവൂരിൽ വ്യാപകമായ പോസ്റ്റർ പ്രചരണം നടത്തി. ഇന്നലെ സണ്ണി ജോസഫിന്റെ പ്രചരണ ബോർഡുകൾക്ക് പുറത്ത് തന്നെ സുധാകര അനുയായികൾ KS ബ്രിഗേഡ് എന്നുള്ള രീതിയിൽ പോസ്റ്ററുകൾ പതിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഈ ദില്ലിയിൽ സുധാകരൻ ഈ നീക്കങ്ങൾ നടത്തുമ്പോൾ കണ്ണൂരിലുള്ള അണികൾക്കും സമാനമായ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തിറക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും കണ്ണൂർ സീറ്റിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുകയാണ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പ്രധാന പ്രശ്നം, അതായത് കോൺഗ്രസ് സന്തോഷ്, കണ്ണൂരില് സുധാകരൻ മത്സരിക്കുന്നത് മാത്രമല്ല വിഷയം. സുധാകരൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തു പോയി കഴിഞ്ഞാൽ കണ്ണൂരിലെ കോൺഗ്രസ് സുധാകരൻ അനുകൂലികൾ എടുക്കുന്ന നിലപാടുകൾ ഇരിക്കൂരിലല്ല പല മണ്ഡലങ്ങളിലും വലിയ തിരിച്ചടി കോൺഗ്രസിന് നൽകാൻ പോവുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി സണ്ണി ജോസഫ് മിണ്ടുന്നില്ല മാധ്യമങ്ങളോട്. വലിയ തരത്തിലുള്ള പ്രതിസന്ധിയുണ്ട് കണ്ണൂരിൽ. കണ്ണൂരിൽ മാത്രമല്ല, കണ്ണൂർ ജില്ലയല്ല, കേരളത്തിലാകെ വലിയ തരത്തിലുള്ള കോൺഗ്രസിന് പ്രതിസന്ധി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റാണ് പേരാവൂർ. സണ്ണി ജോസഫ് മത്സരിക്കുമ്പോൾ വലിയ തിരിച്ചടി നൽകുമെന്ന് അനുകൂലികൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്, സുധാകരൻ അനുകൂലികൾ. തീർച്ചയായും സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നു എന്നുള്ളത് തന്നെ വേണം മനസ്സിലാക്കാൻ. സുധാകരൻ അനുനയത്തിന് തയ്യാറാകാതെ കണ്ണൂരിൽ മത്സരിക്കാൻ ഉറങ്ങുമ്പോൾ സുധാകര അനുയായികൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ജില്ലയിൽ തോൽപ്പിക്കും എന്നുള്ള പ്രഖ്യാപനം നേരത്തെ തന്നെ നടത്തിക്കഴിഞ്ഞു. നേരിട്ട് ഇക്കാര്യം കെ സുധാകരൻ സണ്ണി ജോസഫിനെ ദില്ലിയിൽ വെച്ച് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പേരാവൂരിൽ സണ്ണി ജോസഫിനെ തോൽപ്പിക്കുന്നതിനായി സുധാകരന്റെ അനുകൂലികൾ രംഗത്തിറങ്ങും. അതായത് ഇപ്പോൾ ഭീഷണി മുടക്കിയിരിക്കുന്ന മണ്ഡലങ്ങൾ ഒന്ന് പേരാവൂരും, ഒന്ന് ഇരിക്കൂറും, ഒന്ന് അഴീക്കോടുമാണ്. ഈ 3 സ്ഥലങ്ങളിലും സുധാകരന്റെ അനുയായികൾ UDF സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിക്കും എന്നുള്ള മുന്നറിയിപ്പ് സുധാകരൻ നൽകിയിട്ടുണ്ട്. അത് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നമുക്കറിയാം, പേരാവൂരിൽ ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാനായി LDF പ്രചരണത്തിൽ വലിയ മുന്നേറ്റം നടത്തി ശൈലജ ടീച്ചർ ഇവിടെ പ്രചരണം നടത്തുന്നു. ആ ഘട്ടത്തിൽ സണ്ണി ജോസഫിന്റെ കാര്യം നിലവിൽ തന്നെ പരിതാപ അവസ്ഥയിലാണുള്ളത്, വലിയ പ്രശ്നത്തിലാണുള്ളത്. അവിടെയാണ് സുധാകരന്റെ ഈ നിലപാട് കൂടി വരുന്നത്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. കണ്ണൂർ ജില്ലയിൽ സുധാകരൻ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് കണ്ണൂർ നിയമസഭാ മണ്ഡലം, പേരാവൂർ, ഇരിക്കൂർ, അഴീക്കോട് ഉൾപ്പെടെ മുഴുവൻ മണ്ഡലങ്ങളിലും ബാധിക്കുന്ന തരത്തിലേക്ക് പോകും. മുൻപ് ഉള്ള രീതിയിൽ വലിയ ജനപിന്തുണയൊന്നും അല്ലെങ്കിൽ പ്രവർത്തകരുടെ പിന്തുണയൊന്നും സുധാകരൻ ഇപ്പോൾ ഇല്ലെങ്കിലും സുധാകരന്റെ അനുകൂലികളായ ഒരു സംഘം ഇപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അവരാണ് ഈ പ്രചരണത്തിലെല്ലാം നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. ശരി സന്തോഷ്.